തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറുമായുള്ള തർക്കത്തിൽ പോലീസ് അന്വേഷണം തുടർന്നു. യദു ഓടിച്ച ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ആദിൽ പാലോട് വിശദാംശങ്ങളുമായി. അതിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. എന്താണ് ഇങ്ങനെ വൈകുന്നത്? ഇതിലാണ് ഈ വാഹനമാണ് കണ്ടക്ടർ ക്ഷമിക്കണം ഈ വാഹനമാണ് മേയറും ഡ്രൈവർ യദുവുമായി തർക്കത്തിന് ഇടയാക്കിയ ഒരു വാഹനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിനകത്ത് 3 ക്യാമറകളാണുള്ളത്. 3 ക്യാമറകൾ അത് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഇതിൽ ക്യാമറകൾ പ്രവർത്തനക്ഷമമാണോ എന്നത് സംബന്ധിച്ചൊക്കെ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അത് കാരണമാണ് ഇത്രയും വൈകിയത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പരിശോധിച്ച് കന്റോൺമെൻറ്റ് പോലീസാണ് കേസെടുത്ത് മേയറുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൽ 3 ക്യാമറകളാണുള്ളത്. അത് യദുവും നമുക്ക് തന്നെ റിപ്പോർട്ട് നൽകിയ പ്രതികരണത്തിലടക്കം അത് പറയുന്നുണ്ട്. 3 ക്യാമറകൾ. ഇതിന് മുന്നിലൊരു ക്യാമറയുണ്ട്. ഈ ക്യാമറയിൽ മുന്നിലുള്ള വാഹനങ്ങൾ കൃത്യമായി കാണാൻ കഴിയും. ഒപ്പം ഇതിനുള്ളിലൊരു ക്യാമറയുണ്ട്. ഈ ക്യാമറയിൽ അകത്തെ ദൃശ്യങ്ങൾ കിട്ടുന്നതാണ്. ഒപ്പം ഇതിനേറ്റവും പിൻഭാഗത്തായി ഒരു ക്യാമറ കൂടിയുണ്ട്. ഈ ക്യാമറകൾ പരിശോധിക്കുന്നതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അധിക്ഷേപം നടത്തിയോ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചോ എന്നതൊന്നും വ്യക്തമാകില്ല. മറിച്ച് ഇതിൽ വാഹനങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്തത്, ഏതെങ്കിലും അസ്വാഭാവികത ഈ യാത്രയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. മേയർ പറഞ്ഞതനുസരിച്ചും ഈ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നതിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പരാതിയിലുണ്ട്. അത് പരിശോധിക്കുകയാണ് പോലീസ്. കന്റോൺമെൻറ്റ് പോലീസാണ് പരിശോധിക്കുന്നത്. ഓവർടേക്ക് ചെയ്തതിലോ ഈ വാഹനങ്ങൾ ഈ മേയർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനത്തെ ഇടിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ്. ഇപ്പോൾ 3 ക്യാമറകളും ഘടിപ്പിച്ചിരുന്ന DVR ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് അത് വിശദമായി പരിശോധിച്ച ശേഷമേ ഇതിലൊരു തീരുമാനത്തിലെത്തൂ. ഈ DVR തന്നെ KSRTCയുടെ വിജിലൻസ് ഓഫീസർ പരിശോധിക്കും. വിജിലൻസ് ഓഫീസർക്കാണ് KSRTCയുടെ പ്രധാനപ്പെട്ട കാര്യം. മേയർ ഈ ബസ്സിനെ ക്രോസ് ചെയ്ത് നിർത്തി എന്നുള്ളതാണല്ലോ വിവാദത്തിലായിട്ടുള്ളത്. അല്ലെങ്കിൽ മേയർക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റായി ഉയർത്തിക്കാണിച്ചിട്ടുള്ളത് ബസ്സിനെ സീബ്ര ലൈനിൽ കാർ കൊണ്ട് ക്രോസ് ചെയ്ത് നിർത്തി എന്നുള്ളതാണ്. അതിലൂടെ യാത്രക്കാരുടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. അത് അധികാര പ്രയോഗമാണ് എന്നുള്ളതാണ് മേയർക്കെതിരായിട്ടുള്ള വിമർശനം. അവിടെ മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ്. ആ അശ്ലീല ആംഗ്യം കാണിച്ചത് ഈ 3 ക്യാമറയിലും കിട്ടൂല എന്നാണോ പറയുന്നത്? കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെ അശ്ലീല ആംഗ്യം കാണിച്ചത് കാരണം അതെ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ 3 ക്യാമറയിലും കിട്ടില്ല. ഒരു ക്യാമറ മുന്നിലെ വാഹനങ്ങൾ നിരീക്ഷിക്കാനായി ഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ക്യാമറ പാസഞ്ചർ യാത്രക്കാരെ നിരീക്ഷിക്കാനായി ഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ക്യാമറ പിൻഭാഗത്തെ വാഹനങ്ങൾ നിരീക്ഷിക്കാനായി ഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഡ്രൈവറുടെ ഭാഗത്തേക്ക് ഒരു ക്യാമറയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ലൈംഗികാധിക്ഷേപം നടത്തിയോ ഇല്ലേ എന്ന് തെളിയിക്കാൻ ഇതുവരെ ഒരു മാർഗവുമില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു രാത്രിയാണ് ഈ സംഭവം നടന്നത് എന്നതും പ്രധാനമാണ്. ഇതിലേറ്റവും ഒരു പ്രശ്നം നികേഷ് പറഞ്ഞതുപോലെ പാളയത്ത് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വാഹനം തടഞ്ഞു നിർത്തി വാഗണറിലായിരുന്നു മേയറും കുടുംബവും വന്നുകൊണ്ടിരുന്നത്, സഞ്ചരിച്ചിരുന്നത്. ആ വാഹനം ഈ ബസ്സിന് മുന്നിൽ കൊണ്ട് ക്രോസിന് ഇട്ട് അതിലുള്ള യാത്രക്കാരെ അവിടെ വെച്ച് ഇറക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇതൊക്കെയാണ് പരിശോധിക്കുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി, സർവീസ് പൂർണ്ണമായി നടത്താൻ അനുവദിച്ചില്ല എന്നൊക്കെയായിരുന്നു ഡ്രൈവർ യദുവിൻ്റെ പരാതി. ആ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ പരിശോധന നടക്കുന്നത് മേയർ നൽകിയ പരാതിയെ തുടർന്നാണ്. മേയർ നൽകിയിരുന്നു ലൈംഗികാധിക്ഷേപം നടത്തി വാഹനം യാത്ര ചെയ്യുന്നതിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ വാഹനം ഇടിക്കാനായി വന്നു എന്നൊക്കെ ചില പരാതി ഉണ്ടായിരുന്നു. ആ പരാതികൾ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഈ ക്യാമറകളിലെ മെമ്മറി കാർഡിലൂടെ ക്യാമറകൾ പരിശോധിക്കുന്നതിലൂടെ നടക്കുന്നത്. അത് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികത ഈ വാഹനങ്ങൾ സഞ്ചരിച്ച പാതയിൽ ഉണ്ടായോ എന്നതുകൂടിയാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ലൈംഗികാധിക്ഷേപം നടത്തി എന്ന പരാതി തെളിയിക്കാനായി ഈ ക്യാമറകളോ ഈ പരിശോധനകളോ കൊണ്ട് സാധിക്കില്ല എന്നത് വ്യക്തവുമാണ്. നികേഷ്, അതിൽ പാലോടാണ് വിശദാംശങ്ങളുമായി. അതിലൊറ്റ കാര്യം കൂടി, ഇതിനകത്ത് ഈ CCTV ദൃശ്യങ്ങൾ കിട്ടിയാൽ അത് വിജിലൻസിനാണോ കൊടുക്കുക, അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ? കാരണം ഇക്കാര്യത്തിൽ ആര്യ രാജേന്ദ്രൻ്റെ തന്നെ പരാതി എന്താണ്? സാമൂഹ്യ മാധ്യമ ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് പൊതുസമൂഹത്തെ കൂടി അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ CCTV ദൃശ്യങ്ങൾ തരാൻ വല്ല പ്ലാനും ഉണ്ടോ KSRTCക്ക്?
നിലവിൽ തരാൻ ഒരു പദ്ധതിയുമില്ല. ഇത് രണ്ടുപേർ, പ്രത്യേകിച്ച് പോലീസ് അന്വേഷണം ഉള്ളതുകൊണ്ട് പോലീസ് പരിശോധനയാണ് ഇതിൽ പ്രധാനമായും നടക്കുക. കന്റോൺമെൻറ്റ് പോലീസാണ് ഇതിന് ശേഖരിക്കുന്നത്. അതിനുശേഷം വിജിലൻസ് ഓഫീസറും ഇത് പരിശോധിക്കും. നേരത്തെ തന്നെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നത് ഈ യദു തന്നെ ഗതാഗത മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ മന്ത്രി പറഞ്ഞതും വിശദമായ ഒരു അന്വേഷണം നടത്തിയിട്ട് മാത്രമേ ഇതിൽ റിപ്പോർട്ട് നൽകിയാൽ മതി, പ്രത്യേകിച്ച് വന്ന വഴികൾ പരിശോധിച്ച് വന്ന വഴിയിലുണ്ടായ സഞ്ചാരത്തിൻ്റെ രീതി പരിശോധിച്ച ശേഷം കൃത്യമായ റിപ്പോർട്ട് വൈകി തന്നാലും കുഴപ്പമില്ല, വിശദമായി വേണമെന്നതായിരുന്നു ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശം. ആ നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ KSRTC വിജിലൻസ് ഓഫീസറും സ്വാഭാവികമായി ഇത് പരിശോധിക്കും. ഇപ്പോൾ മാധ്യമങ്ങൾക്കിത് നൽകുമെന്ന് ഒരു തരത്തിലും നമ്മളത് കാണുന്നില്ല. ഇപ്പോൾ കന്റോൺമെൻറ്റ് പോലീസ് ഇത് കസ്റ്റഡിയിലെടുക്കും. KSRTC വിജിലൻസും ഇത് പരിശോധിക്കും. പരിശോധിച്ച ശേഷമാകും ഒരു കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്തുക. ബസ്സിൽ പരിശോധന നടത്തുകയാണ്. CCTV ക്യാമറകൾ പരിശോധിക്കുന്നു. അക്കാര്യത്തിലുള്ള ഫുട്ടേജുകൾ വിജിലൻസിനാണ് കൈമാറുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അശ്ലീല ആംഗ്യം ാണ്. ഡ്രൈവർ യദു അശ്ലീലാംഗം കാണിച്ചോ എന്ന ചോദ്യത്തിന് അത് നിയമപരമായി മേയർ ആര്യ രാജേന്ദ്രൻ തെളിയിക്കട്ടെ എന്ന മറുപടിയാണ് റിപ്പോർട്ടറിൻ്റെ ഡോക്ടർ അരുൺ കുമാറുമായുള്ള സംവാദത്തിൽ യദു എന്ന ഡ്രൈവർ നൽകിയിട്ടുള്ളത്. അത് നിഷേധിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മേയർ ആര്യ രാജേന്ദ്രൻ അത് തെളിയിക്കട്ടെ എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. തെളിയിക്കാൻ CCTV ദൃശ്യത്തിന് കഴിയുമോ എന്നറിയില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല എന്നാണ് അതിൽ പലരോട് റിപ്പോർട്ട് ചെയ്യുന്നത്.